ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സിന്നമൺ റോൾസ് റെഡിയാക്കാം. നല്ല സോഫ്റ്റ് സിന്നമൺ റോൾസാണ് നമ്മൾ റെഡിയാക്കാൻ പോണത്. ഇത് അമേരിക്കൻസിൻ്റെ യൂറോപ്യൻസിൻ്റെ ഒക്കെ ഇടയിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള സ്വീറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഡോ എന്ന് പറയുന്നത് നമുക്ക് ബൺസും ഡിന്നർ റോൾസും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മൾട്ടിപർപ്പസ് ഡോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം നമുക്ക് ഡോ റെഡിയാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് വാം മിൽക്ക് ഒഴിക്കണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടീസ്പൂണ് ഷുഗർ ചേർത്ത് കൊടുക്കാം. നല്ല മധുരം ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടി ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 4 ടീസ്പൂൺ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മെൽറ്റഡ് ബട്ടറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി ഒരു മുട്ടയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലാണ് നമ്മൾ ഡോ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് 3 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, 3 കപ്പ് മൈദപ്പൊടി, അതാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. 3 കപ്പ് മൈദപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് മാവായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെയുള്ള നല്ല സോഫ്റ്റ് മാവായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് മാവായിട്ടുണ്ട്. നല്ല നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെയുള്ള നല്ല സോഫ്റ്റ് മാവായിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ നേരം തന്നെങ്കിലും ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നമുക്ക് അടച്ചിട്ട് വെക്കാം. പെട്ടെന്നാവണമെങ്കിൽ കുറച്ച് ചൂടുള്ള സ്ഥലത്ത് വെച്ചാൽ മതി. ഇത് റൂം ടെമ്പറേച്ചറിൽ വെക്കുകയാണെങ്കിൽ 1 മണിക്കൂർ വെച്ചാൽ നന്നായിട്ട് പൊങ്ങി വരും. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊരു മൾട്ടിപർപ്പസ് ഡോ ആണ്. നമുക്ക് ഇതുകൊണ്ട് ബൺസും പിന്നെ ഡിന്നർ റോൾസും ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഈ ഡോ വെച്ചിട്ട് നമ്മളിപ്പം സിന്നമൺ റോൾസ് റെഡിയാക്കാൻ പോവുകയാണ്. അതിന് ഒരു പലകയിൽ കുറച്ച് മൈദപ്പൊടി വിതറി കൊടുക്കാം. ഇത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ മാവ് ഇട്ട് കൊടുക്കാം. ഇത് വലിയൊരു പലകയൊക്കെ ആണെങ്കിൽ ഒറ്റയടിക്ക് പരത്തിയെടുത്താലും മതി. ഞാനിപ്പോൾ ഇത് 2 പകുതിയാക്കിയിട്ട് 2 പീസാക്കി മുറിച്ചതിന് ശേഷം ഒരു ചെറിയ പോർഷന് ആദ്യം പരത്തിയെടുക്കും, പിന്നെ അടുത്ത പോർഷനും പരത്തിയെടുക്കാനാണ് വിചാരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒരു റോളിംഗ് പിൻ വെച്ചിട്ട് നല്ലോണം പരത്തിയെടുക്കാം. നല്ല റെക്റ്റാങ്കിൾ ഷേപ്പായിട്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് വേസ്റ്റ് ഒന്നും വരില്ല. അതുകൊണ്ട് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പായിട്ട് പരത്തിയെടുക്കാൻ നോക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് റൂം ടെമ്പറേച്ചർ വെച്ച നല്ല സോഫ്റ്റ് ബട്ടറാണ്. ഇത് നമുക്ക് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇത് മൊത്തം ബട്ടർ സ്പ്രെഡ് ചെയ്തെടുക്കാം. നല്ലോണം ബട്ടർ ചേർത്ത് കൊടുത്താൽ നല്ല സോഫ്റ്റ് മോയിസ്റ്റ് ആയിട്ടുള്ള സിന്നമൺ റോൾ റെഡിയാക്കി എടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് സിന്നമൺ ഷുഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ഷുഗറും 1 ടേബിൾ സ്പൂണ് സിന്നമൺ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. സിന്നമൺ പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ പട്ട പൊടിച്ചത് തന്നെയാണ്. പട്ട മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിയാക്കി എടുത്താൽ സിന്നമൺ പൗഡർ റെഡിയാവും. ഇനി ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഇത് ഈ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ നന്നായി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരേ സൈസുള്ള പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം ഒരു കത്തി വെച്ചിട്ട്. ഇപ്പം ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ട്രേയിലേക്ക് വെക്കണം. അതിനൊരു ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിന്ന് ഇപ്പോൾ 2 രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട്. സ്റ്റവ് ടോപ്പിൽ വെച്ചിട്ടും പിന്നെ ഓവനിൽ വെച്ചിട്ടും. നമുക്കൊരു ട്രേയിൽ ഈ ട്രേയിൽ നമുക്ക് ഓവനിലേക്ക് വെക്കാനുള്ളത് റെഡിയാക്കാം. നല്ലോണം ബട്ടർ സ്പ്രെഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച റോൾസ് വെച്ച് കൊടുക്കാം. കുറച്ച് അകലം വിട്ട് വെച്ചാൽ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ റോൾസ് കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലും കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു ട്രേ സ്റ്റവ് ടോപ്പിൽ വെക്കാനും കൂടി മാറ്റി വെക്കാം. സ്റ്റവ് ടോപ്പിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ 40 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റീലിൻ്റെ വട്ടം എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ട്രേ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ടത് അടച്ച് വെക്കാം. ഒരു 40 മിനിറ്റ് ടൈം എടുക്കും. ഓവനിലാണെങ്കിൽ 350 ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് കൊണ്ട് റെഡി ആയി കിട്ടും. ഇപ്പോൾ നമ്മുടെ ഓവനിൽ വെച്ച സിന്നമൺ റോൾസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ സ്റ്റവ് ടോപ്പിൽ വെച്ചതാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. 40 മിനിറ്റ് എടുത്തിട്ടുണ്ട് കുക്കിംഗ് ടൈം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ചേർക്കാനുള്ള ഗ്ലേസ് റെഡിയാക്കാം. ഞാനിപ്പം ചീസ് ഗ്ലേസ് ആണ് റെഡിയാക്കാൻ പോകുന്നത്. അതിന് 3/4 കപ്പ് പൗഡേർഡ് ഷുഗറും 2 ടേബിൾ സ്പൂണ് ക്രീം ചീസും 2 ടേബിൾ സ്പൂണ് ബട്ടറും പിന്നെ 1/4 ടീസ്പൂണ് വാനില എക്സ്ട്രാക്റ്റും കൂടി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആദ്യം 1 ടേബിൾ സ്പൂണ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ബട്ടറും ക്രീം ചീസും ഒക്കെ റൂം ടെമ്പറേച്ചറിൽ വെച്ച് നല്ല സോഫ്റ്റ് ആയിരിക്കുന്ന സാധനങ്ങളാണ്. ഇനി നമുക്ക് കുറച്ചും കൂടി മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഗ്ലേസ് റെഡിയായി. ഇതാണ് ഗ്ലേസിൻ്റെ ഒരു ടെക്സ്ചർ. ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ക്രീം ചീസ് ഇല്ലാതെ വെറുതെ ഷുഗർ ഗ്ലേസ് മാത്രം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുത്താലും മതി. ഇതിന് നമുക്കൊരു ഇളം ചൂടോടെ ഒരു വാമായിട്ടിരിക്കുമ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.
ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അധികം ഡോയിൽ അധികം മധുരം ചേർക്കാത്തതുകൊണ്ട് നല്ലോണം കഴിക്കാനും പറ്റും. നല്ല സോഫ്റ്റ് ആയിരിക്കുന്നുണ്ട്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻസൊക്കെ ഇടാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.